ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഓപ്പൺ ബുക്ക് വ്ളോഗ്സ് ബൈ ആമി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഔട്ടിംഗ് വിശേഷങ്ങളുമായിട്ടാണ്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഔട്ടിങ്ങിന് പോയ വ്ളോഗ്സ് ആയിട്ടാണ് നമ്മളിന്ന് വീഡിയോ ഇട്ടിരിക്കുന്നത്. എൻ്റെ 10th മുതലുള്ള ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ ഇവള്. 4 ഇയറിൽ കൂടുതലായി. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ മീറ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മളൊരു ഔട്ടിങ്ങിന് പോകാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. നമ്മൾ ഉച്ചയ്ക്ക് ഒരു 12 മണിയായപ്പോൾ ഇറങ്ങി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഡയറക്റ്റ് നമ്മൾ വന്നത് തന്നെ അവളുടെ ഇക്കാടെ കൂടെ മന്തി മൻസിലിൽ ഫുഡ് കഴിക്കാൻ വന്നതായിരുന്നു. അങ്ങനെ നമ്മൾ കുഴിമന്തിയൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കുന്ന ആ ഒരു സമയമാണ്. ഒരുപാട് എന്തൊക്കെയോ പറയുന്നുണ്ട്. A to Z കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും. ഫ്രണ്ട്സ് ടോക്ക് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റേതായ എല്ലാ സംസാരങ്ങളും ഉണ്ട്. ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 12 മണിയായപ്പോഴായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ആളുകൾ വന്ന് തുടങ്ങി. ഏകദേശം 1 മണിയായപ്പോഴത്തേക്കും അവിടെ ഫുള്ള് നിറഞ്ഞു. ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന രീതിയിലായിരുന്നു തമാശകൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾ ആൾക്കാരൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ തമാശയൊക്കെ ഞങ്ങൾ മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ അതൊക്കെ നിർത്തി കുറച്ചുകൂടെ സൈലൻ്റായി. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് 2-3 സ്ഥലത്ത് പോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അവളുടെ ഇത്തായും ഡയറക്റ്റ് നമ്മൾ അവിടെ വന്ന് പിക്ക് ചെയ്തു. അവർ നമ്മളെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ പോകുന്ന വഴിക്ക് അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയിൽ നിർത്തിയിട്ട് നമുക്ക് ജ്യൂസൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഷേക്കൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ തന്നെ നമ്മളെ കൊണ്ടുപോയി RP മാളിലാക്കി. അപ്പോൾ കൊല്ലത്തൊരു നമുക്ക് പോകാൻ പറ്റിയ കുറച്ച് സ്പോട്ടുകളേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കാറിലിരുന്ന് ഷേക്കൊക്കെ കുടിച്ച് RP മാളിൽ പോകാൻ തീരുമാനിച്ചു. RP മാളിലും ബീച്ചുമായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അന്ന് മുതലേ ഞങ്ങൾ 10th മാത്രമേ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഞങ്ങൾ രണ്ടായിട്ടാണ് പഠിച്ചെങ്കിലും ഞങ്ങൾ തമ്മിലൊരു നല്ലൊരു ബോണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. എത്ര നാൾ കഴിഞ്ഞ് കണ്ടാലും ഞങ്ങൾ തമ്മിൽ ആ ഒരു ബോണ്ട് നിലനിന്നിരുന്നു. അപ്പോൾ എന്ന് മെസ്സേജ് അയച്ചില്ലെങ്കിലും ആ ബോണ്ട് അതേപോലെ തന്നെ സ്ട്രോങ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വന്നത് RP മാളിലേക്കായിരുന്നു. അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഉച്ച സമയമാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെ ലിഫ്റ്റിൽ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ പോയി ചുമ്മാ കറങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ അവിടെ വന്ന് കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ ഇരുന്നു. അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവില്ല ഇങ്ങനെയുള്ള ആൾക്കാർ. നമ്മളെപ്പോഴും കണ്ടില്ലെങ്കിലും എപ്പോഴും സംസാരിച്ചില്ലെങ്കിലും അവർ നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കും. അവർ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു അവളോട് എനിക്ക് എന്തോ ഓപ്പണായിട്ട് പറയാം, അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. ഞങ്ങൾ മുകളിലത്തെ ഗെയിമിംഗ് സ്റ്റോറിൽ വന്നു. അവിടെ നല്ല ഒരുപാട് വെറൈറ്റി ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 3 ചാൻസസ് 100 രൂപയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ നോക്കി. 3 ചാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഒരു ചാൻസ് മിസ്സാക്കി. രണ്ടാമത്തെ ചാൻസിൽ അവൾ ഒരു കാറ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാറ് കറക്റ്റായിട്ട് അവൾ സ്ട്രൈക്ക് ചെയ്തു. പിന്നെ ഉള്ള 2 ചാൻസും വേസ്റ്റായി. പിന്നീട് നമ്മൾ അവിടുത്തെ കുറച്ച് ഹോട്ട് വീൽസ് ഒക്കെ നോക്കി. അപ്പോൾ അവൾക്ക് ഇതിൻ്റെ കളക്ഷനുണ്ട്. അവൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ അവിടെ വന്ന് അവൾ അതൊക്കെ ചൂസ് ചെയ്യുന്നത്. എനിക്ക് വലിയ ഇതിനോട് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ഞാനതൊന്നും അങ്ങനെ വലുതായിട്ട് ശ്രദ്ധിച്ചില്ല. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഓട്ടോ കയറി ബീച്ചിലേക്ക് പോവുകയാണ്. ബീച്ചിലേക്ക് നമുക്ക് ബസ് ഡയറക്റ്റ് കിട്ടാൻ പാടായതുകൊണ്ട് നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു, പക്ഷേ അത് ഫെയർ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും, അത് നട്ടുച്ച സമയമാണ്, ഒരു 3 മണിയൊക്കെ ആയിട്ടേ ഉണ്ടാവും നമ്മൾ ബീച്ചിൽ വരുന്ന സമയത്ത്. നല്ല വെയിലും ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കൊല്ലത്ത് പോകാൻ അധികം സ്പോട്ട് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ അവിടേക്ക് തന്നെ വന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഉച്ചയ്ക്ക് ബീച്ചിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പണ്ട് ഈ തീരയൊക്കെ ഒരുപാട് ബാക്കിലായിരുന്നു, പക്ഷേ അതിപ്പോൾ ഒരുപാട് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. കടൽ നല്ലപോലെ മുന്നിലോട്ട് കയറിയ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഓരോ സമയം കഴിയും തോറും ഈ കടലിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതടിച്ചതോ എല്ലാവരും കയറ്റും. ഈ സമയത്താണ് തിരയില്ലാത്തത്. രണ്ട് വർഷം മുന്നേ ബീച്ചിലേക്ക് വരാൻ പറ്റിയൊരു ക്ലൈമറ്റ് ആയിരുന്നില്ല. നല്ല വെയിലും ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ആളുകൾ കുറവായിരുന്നു. എന്നാലും തീരെ ആളുകളില്ലാതെയല്ല, അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് കാല് നനയ്ക്കാനൊന്നും ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. അവിടെ വിസിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഗാർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കടൽ കയറുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങാനുള്ള ഒരവസ്ഥയൊന്നും ആയിരുന്നില്ല. കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ.
6 മണിക്ക് മുന്നേ തന്നെ നമ്മൾ തിരികെ പോയി. കാരണം നമ്മുടെ ഇതിൻ്റെ യാത്രയുടെ ഉദ്ദേശം തന്നെ കുറേ ഓർമ്മകൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതൊക്കെ നമുക്ക് കിട്ടി. നമ്മൾ പോകുന്ന സ്പോട്ടിനെയും കാട്ടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഇടുന്ന നല്ല നിമിഷങ്ങൾ. അങ്ങനെ കുറേ നിമിഷങ്ങൾ കിട്ടിയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.